ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? പ്ലാൻ ഫണ്ട് ചോദിച്ചാൽ പറയും ഈ ഗവൺമെന്റിൽ നിന്നും 5 പൈസ കിട്ടിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയ അപ്പോസ്തലന്മാരല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്, പണം കിട്ടാത്തത്? ഇപ്പോൾ ഈ വർഷം തീരാനിന് 4 മാസമോ ഉള്ളു, 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ മാസം 30-ാം തീയതി ബില്ലുകൾ സമർപ്പിച്ച് പൈസ മേടിക്കേണ്ടവരല്ലേ? എന്തേ ഒരു പണിയും നടക്കാതെ പോകുന്നു? ഏത് പണിയാ തുടങ്ങി വെച്ചത്? എവിടെയാ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനാ ഇവിടെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശമ്പളം വാങ്ങണം, അലവൻസ് വാങ്ങണം, അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? മറ്റെന്ത് വികസന പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത്? അതുമാത്രമാണോ? എത്ര പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ മുമ്പിൽ. ഏത് പ്രശ്നത്തിനാണ് നിങ്ങൾ പരിഹാരം കാണുന്നത്? ഇവിടെ സമസ്ത മേഖലയിൽ നീതിഭാരം വർദ്ധിക്കുകയല്ലേ? പഞ്ചായത്തിന് മുമ്പിൽ കൂടി നിൽക്കുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ഈ പഞ്ചായത്തിലുള്ളവരാ. ഏതാണ്ട് 1 വർഷം മുമ്പ് വരെ നമുക്കൊരു വീട് പണിയണമെങ്കിൽ നമ്മൾ ആ വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ വരച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരം കെട്ടിയ രസീതും ആധാരത്തിൻ്റെ കോപ്പിയുമായി വന്നാൽ പഞ്ചായത്തിൽ സമർപ്പിച്ചാൽ 650 രൂപ കൊടുത്താൽ നമുക്ക് വീട് പണിയാനുള്ള അനുമതി കിട്ടും. അതെന്തിനാടോ ഒറ്റയടിക്ക് 12,500 ആക്കിയത്? ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാരന് എന്തിന് ലൈഫ് പദ്ധതിയിൽ പോലും ഒരു വീട് വെക്കാൻ കഴിയുമോ? 12,500 രൂപ പഞ്ചായത്തിലടയ്ക്കണം. അതുകൂടാതെ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് അവരടയ്ക്കണം 1%. എങ്ങനെയാ പാവപ്പെട്ടവൻ പണിയെടുക്കാൻ കഴിയുക? എങ്ങനെയാ പാവപ്പെട്ടവർക്ക് പണിയെടുക്കാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. ലൈഫ് പദ്ധതിയുടെ എവിടെ പോയി നിൽക്കുന്നു? ലൈഫ് പദ്ധതിക്ക് അനുമതി കിട്ടിയ വീടുകൾ പകുതി പണിത് ബാക്കി അവിടെ കിടക്കുകയല്ലേ? എന്തേ അത് പൂർത്തീകരിക്കപ്പെടണ്ടേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാർക്കും മത്സരിക്കാൻ താല്പര്യമില്ലെന്നുണ്ടോ? അവിടേക്കല്ലേ കാര്യങ്ങൾ ചൂണ്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ശ്രീമാൻ ചാണ്ടിയുമ്പൻ, അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് നിങ്ങളെ സഹായിക്കാനായി മുതിർന്ന് കടന്നു വന്നില്ലേ? നിഷ്കരണം നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊരഹങ്കാരമാണ് പുതുപ്പള്ളി പഞ്ചായത്തിൽ! ഇതാരോടാ പറയേണ്ടത്? സമസ്ത മേഖലയിലും കരം വർദ്ധിപ്പിച്ചില്ലേ നിങ്ങൾ? പേരക്കരം എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത്? ഇപ്പോൾ സ്വല്പം ഏതാണ്ട് കുറച്ചിട്ടുണ്ട്. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ, കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സ്ത്രീകളും കുട്ടികളും സഞ്ചരിക്കുമ്പോൾ അവർക്ക് മൂത്രപ്പുരയുണ്ട്. പക്ഷെ പുതുപ്പള്ളി സ്ഥിതി എന്താ? ലക്ഷങ്ങൾ ചെലവാക്കി സുന്ദരമായ ഒരു ടോയ്ലറ്റ് അവിടെ പണിത് പൂർത്തീകരിക്കുക കെട്ടിടവും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്യാൻ, പുതുപ്പള്ളി പഞ്ചായത്തിലെ മൂത്രപ്പുരയെ ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദിയെ കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ അത് തുറന്നു കൊടുക്കാത്തത്? ജനങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചത്? നല്ല റോഡ് പണിയാൻ വേണ്ടിയല്ലേ? ഇപ്പം എന്തായി സ്ഥിതി? ഇവിടെ നാറാണത്ത് പ്രാന്തം കാണിക്കുന്ന പണിയാണോ നിങ്ങൾ കാണിക്കുന്നത്? നല്ല 1-ാം തരം കെട്ടിടം, 2-ാം നിലയിൽ 6 ബാത്റൂമുകൾ, അത് പൊളിച്ചു മാറ്റി അവിടെ റോഡ് പണിയാൻ വന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എസ്റ്റിമേറ്റും പ്ലാനും അനുസരിച്ചാണോ അവിടെ പണി നടന്നത്? ആർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനാണ് നിങ്ങൾ വഴിയുടെ പൊക്കം കുറച്ചത്? ആർക്ക് വേണ്ടിയാ അപകടകരമായ വളവുകൾ അവിടെ സൃഷ്ടിച്ചത്? ഇതിനൊക്കെ മറുപടി പറയണ്ടേ നിങ്ങൾ? പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഒരു തർക്കവും വേണ്ട. ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയൊക്കെയാണ്, പക്ഷേ നിങ്ങളെ പറഞ്ഞെടുത്ത് പിടിച്ചു നിർത്തിക്കെട്ടി നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കാൻ പോകുന്ന അജേയമായ ഒരു ശക്തിയാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ്. ഇവിടെ നമ്മുടെ CMBയുടെ നേതൃത്വത്തിൽ ഒരു ധർണ നടക്കുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിലെ ശോചനീയാവസ്ഥയിലുള്ള റോഡുകളുടെ അവസ്ഥയെപ്പറ്റിയും അതുപോലെ പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ എല്ലായിട്ടൊരു പ്രതിഷേധ ധർണയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം. പങ്കെടുക്കുന്ന എല്ലാ
എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അടുത്ത ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി സംവേദന സ്ഥാനം വിളിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയമുള്ള നാട്ടുകാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സമരപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ 78ാം പിറന്നാളാഘോഷ പരിപാടികൾ. എന്നാൽ കേരളക്കരയിൽ അത് വളരെ ദുഃഖത്തോടു കൂടിയാണ് മഹാഭൂരിപക്ഷം ജനതയും കൊണ്ടാടിയത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഇളക്കിമറിച്ച, നമ്മുടെ രാജ്യത്തെ ഞെട്ടിലുളവാക്കിക്കൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായ വയനാട് ജില്ലയിൽ ഏതാണ്ട് 500-ലധികം മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും അവരുടെ ജീവിതോപാധികളെല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കുവാനുമുള്ള ഭഗീര പ്രയത്നത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ. അവിടെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, മറ്റു വിശ്വാസങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും ഇന്ന് വയനാടിൻ്റെ മണ്ണിൽ ഒത്തുകൂടുകയും അത്തരമൊരു ആ സംഭവത്തിന് അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. ആ സംഭവത്തെ ഞങ്ങൾ നമ്മൾ ഹൃദയപൂർവ്വം വേദനയോടുകൂടി അവിടെയുണ്ടായ പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യും. സ്ത്രീക്കെതിരെ നമ്മളിത് സമരവുമായി കടന്നു വരും. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ CMPയെ സംബന്ധിച്ചൊരു സമരരംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ സംഘടനാ ബലം, അംഗബലം ഒക്കെയും ഒരു വലിയ സമരത്തിന് ഞങ്ങളൊക്കെ കഴിവില്ലാത്തവരായി ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു വലിയ സമരം നടത്താൻ, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന വലിയ സംഘടനാ ശക്തിയൊന്നുമല്ല CMP. പക്ഷേ ഞങ്ങൾ കുറേ നാളായി ഇത് നോക്കിക്കാണുകയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ശോചനീയമായ അവസ്ഥ. നിങ്ങൾ ഈ പഞ്ചായത്ത് റോഡിൽ നോക്കും, നമ്മുടെ വാതിൽ കൂടെ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോവുകയാണ്. ഈ മഴക്കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇവിടെ തലതല്ലി വീഴുന്ന വേദനാജനകമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തേ ഇവിടുത്തെ പഞ്ചായത്തിന്റെ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല? നിങ്ങളുടെ കണ്ണിന് മുൻപിലൂടെയല്ലേ ഈ ഐതിഹാസികമായ യാത്ര ഇവിടെ നടക്കുന്നത്? ഈ അപകടകരമായ യാത്ര എത്രയോ അമ്മമാർ കുട്ടികളുമായി സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ മറിഞ്ഞു വീഴുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തായി കേരളത്തിൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ ആളുകളോട് 5 വർഷം മുമ്പ് പറഞ്ഞത്? ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു, അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഇവിടെ MLA ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ നിയോജകമണ്ഡലമായ പുതുപ്പള്ളിയിൽ ഒരു വികസനവും നടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവിടെ പാലും തേനും ഒഴുകുന്ന മറ്റൊരു കാനോൻ ദേശമാക്കി ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നവർ ഇവിടെ അധികാരത്തിൽ വന്നവർ? എന്ത് മണ്ണാങ്കട്ട വികസനമാണോ നിങ്ങൾ ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് എണ്ണി പറയാൻ കഴിയും. ഞങ്ങൾക്കിത് അറിവില്ല എന്നിട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സിവിൽ സ്റ്റേഷൻ പദ്ധതി കൊണ്ടുവന്നല്ലോ, അത് തുടങ്ങി വെച്ചല്ലോ. 8 വർഷമായി, കഴിഞ്ഞ 4 വർഷക്കാലമായി നിങ്ങൾ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുകയല്ലേ. എവിടെ കൊണ്ടുപോയി ആ പണം? ഏതാണ്ട് 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് നല്ലൊരു സിവിൽ സ്റ്റേഷൻ ഇവിടെ അടുത്ത് കാണുന്ന നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ് അടക്കമുള്ള എല്ലാ ഓഫീസുകളും ഒന്നിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കേണ്ട ആ സിവിൽ സ്റ്റേഷന്റെ പണി എവിടെ എത്തി എന്ന് മറുപടി പറയാൻ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉത്തരവാദിത്വമില്ലേ? ഇനി അതും പോട്ടെ, പഞ്ചായത്തിന് നല്ല വരുമാനം കിട്ടിയിരുന്നതല്ലേ പുതുപ്പള്ളിയിലെ പഴയ മീൻചന്ത? 8 കടമുറി അവിടെ ഉണ്ടായിരുന്നില്ലേ? ആ 8 കടമുറിക്ക് പ്രതിമാസം 10-60,000 രൂപ വാടക ഈ പഞ്ചായത്ത് ലഭിച്ചിരുന്നതല്ലേ? എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ 8 കടമുറി പൊളിച്ചു മാറ്റിയത്? ആർക്ക് വേണ്ടിയാ മാറ്റിയത്? ഞങ്ങൾ ആരോപിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇന്ത്യ നിങ്ങളത് പൊളിച്ചു മാറ്റിയത്. ഒരു മാസം 60,000 രൂപയുടെ നഷ്ടം ഈ പഞ്ചായത്തിനുണ്ടായി. ഈ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് എന്താ മറുപടി പറയാനുള്ളത്? മറുപടി പറയണ്ടേ നിങ്ങളെ നാട്ടുകാരോട്?
നമ്മുടെ നാട്ടിലെ ഊടുവഴികളുടെ സ്ഥിതി എന്താ? അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീമാൻ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര ഫണ്ടുകൾ നേരിട്ട് പഞ്ചായത്തിലേക്ക് ഒഴുകി. അങ്ങനെ നമ്മുടെ നാടും ഊടുവഴികളും എല്ലാം ഭംഗിയുള്ളതായി വൃത്തിയുള്ളതായി മാറി. ഇപ്പം എന്താ സ്ഥിതി? ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? പ്ലാൻ ഫണ്ട് ചോദിച്ചാൽ പറയും ഈ ഗവൺമെന്റിൽ നിന്നും 5 പൈസ കിട്ടിയില്ല. നിങ്ങളുടെ രാഷ്ട്രീയ അപ്പോസ്തലന്മാരല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് കിട്ടാത്തത്, പണം കിട്ടാത്തത്? ഇപ്പോൾ ഈ വർഷം തീരാനിന് 4 മാസമോ ഉള്ളു, 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ മാസം 30-ാം തീയതി ബില്ലുകൾ സമർപ്പിച്ച് പൈസ മേടിക്കേണ്ടവരല്ലേ? എന്തേ ഒരു പണിയും നടക്കാതെ പോകുന്നു? ഏത് പണിയാ തുടങ്ങി വെച്ചത്? എവിടെയാ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനാ ഇവിടെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശമ്പളം വാങ്ങണം, അലവൻസ് വാങ്ങണം, അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? മറ്റെന്ത് വികസന പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത്? അതുമാത്രമാണോ? എത്ര പ്രശ്നങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ മുമ്പിൽ. ഏത് പ്രശ്നത്തിനാണ് നിങ്ങൾ പരിഹാരം കാണുന്നത്? ഇവിടെ സമസ്ത മേഖലയിൽ നീതിഭാരം വർദ്ധിക്കുകയല്ലേ? പഞ്ചായത്തിന് മുമ്പിൽ കൂടി നിൽക്കുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ഈ പഞ്ചായത്തിലുള്ളവരാ. ഏതാണ്ട് 1 വർഷം മുമ്പ് വരെ നമുക്കൊരു വീട് പണിയണമെങ്കിൽ നമ്മൾ ആ വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ വരച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കരം കെട്ടിയ രസീതും ആധാരത്തിൻ്റെ കോപ്പിയുമായി വന്നാൽ പഞ്ചായത്തിൽ സമർപ്പിച്ചാൽ 650 രൂപ കൊടുത്താൽ നമുക്ക് വീട് പണിയാനുള്ള അനുമതി കിട്ടും. അതെന്തിനാടോ ഒറ്റയടിക്ക് 12,500 ആക്കിയത്? ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാരന് എന്തിന് ലൈഫ് പദ്ധതിയിൽ പോലും ഒരു വീട് വെക്കാൻ കഴിയുമോ? 12,500 രൂപ പഞ്ചായത്തിലടയ്ക്കണം. അതുകൂടാതെ തൊഴിലാളി ക്ഷേമനിധിയിലേക്കുള്ള സെസ് അവരടയ്ക്കണം 1%. എങ്ങനെയാ പാവപ്പെട്ടവൻ പണിയെടുക്കാൻ കഴിയുക? എങ്ങനെയാ പാവപ്പെട്ടവർക്ക് പണിയെടുക്കാൻ കഴിയുക? നമ്മുടെ നാട്ടിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. ലൈഫ് പദ്ധതിയുടെ എവിടെ പോയി നിൽക്കുന്നു? ലൈഫ് പദ്ധതിക്ക് അനുമതി കിട്ടിയ വീടുകൾ പകുതി പണിത് ബാക്കി അവിടെ കിടക്കുകയല്ലേ? എന്തേ അത് പൂർത്തീകരിക്കപ്പെടണ്ടേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാർക്കും മത്സരിക്കാൻ താല്പര്യമില്ലെന്നുണ്ടോ? അവിടേക്കല്ലേ കാര്യങ്ങൾ ചൂണ്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ശ്രീമാൻ ചാണ്ടിയുമ്പൻ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് നിങ്ങളെ സഹായിക്കാനായി മുതിർന്ന് കടന്നു വന്നില്ലേ? നിഷ്കരണം നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊരഹങ്കാരമാ പുതുപ്പള്ളി പഞ്ചായത്തിൽ! ഇതാരോടാ പറയേണ്ടത്? സമസ്ത മേഖലയിലും കരം വർദ്ധിപ്പിച്ചില്ലേ നിങ്ങൾ? പേരക്കരം എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത്? ഇപ്പോൾ സ്വല്പം ഏതാണ്ട് കുറച്ചിട്ടുണ്ട്. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ, കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സ്ത്രീകളും കുട്ടികളും സഞ്ചരിക്കുമ്പോൾ അവർക്ക് മൂത്രപ്പുരയുണ്ട്. പക്ഷെ പുതുപ്പള്ളി സ്ഥിതി എന്താ? ലക്ഷങ്ങൾ ചെലവാക്കി സുന്ദരമായ ഒരു ടോയ്ലറ്റ് അവിടെ പണിത് പൂർത്തീകരിക്കുക കെട്ടിടവും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്യാൻ, പുതുപ്പള്ളി പഞ്ചായത്തിലെ മൂത്രപ്പുരയെ ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദിയെ കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ അത് തുറന്നു കൊടുക്കാത്തത്? ജനങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചത്? നല്ല റോഡ് പണിയാൻ വേണ്ടിയല്ലേ? ഇപ്പം എന്തായി സ്ഥിതി? ഇവിടെ നാറാണത്ത് പ്രാന്തം കാണിക്കുന്ന പണിയാണോ നിങ്ങൾ കാണിക്കുന്നത്? നല്ല 1-ാം തരം കെട്ടിടം, 2-ാം തരയിൽ 6 ബാത്റൂമുകൾ, അത് പൊളിച്ചു മാറ്റി അവിടെ റോഡ് പണിയാൻ വന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എസ്റ്റിമേറ്റും പ്ലാനും അനുസരിച്ചാണോ അവിടെ പണി നടന്നത്? ആർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനാണ് നിങ്ങൾ വഴിയുടെ പൊക്കം കുറച്ചത്? ആർക്ക് വേണ്ടിയാ അപകടകരമായ വളവുകൾ അവിടെ സൃഷ്ടിച്ചത്? ഇതിനൊക്കെ മറുപടി പറയണ്ടേ നിങ്ങൾ? പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ഒരു തർക്കവും വേണ്ട. ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയൊക്കെയാണ്, പക്ഷേ നിങ്ങളെ പറഞ്ഞുകൊടുത്ത് പിടിച്ചു നിർത്തിക്കെട്ടി നിങ്ങളെ കൊണ്ട് മറുപടി പറയിക്കാൻ പോകുന്ന അജേയമായ ഒരു ശക്തിയാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. സമരരംഗത്ത് ഞങ്ങൾ ആരുടെയും പിന്നിലല്ല. അതുകൊണ്ട് ഇനി ഏതാണ്ട് 4 മാസമാണ് ഈ വർഷം അവസാനിക്കാനുള്ളത്. നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയണം.
പഞ്ചായത്തിൻ്റെ തൊട്ടുപുറകിൽ ഒരു ആശുപത്രി, നൂറുകണക്കിന്, ഒരാഴ്ചയിൽ ആയിരക്കണക്കിന് ആളുകളല്ലേ അവിടെ ചികിത്സ തേടിയെത്തുന്നത്. ഇന്ന് പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു ഏക ആശുപത്രി ഏതാ? തൊട്ടുപുറകിൽ സ്ഥലം കിടപ്പില്ലേ? എന്തുകൊണ്ടത് പൊന്നും വിലക്കെടുത്ത് നിങ്ങൾ അവിടെ ഈ കെട്ടിടത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നില്ല? നിങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അപ്പം നിങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരായി, പഞ്ചായത്ത് പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി പഞ്ചായത്തിനുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഇപ്പം പിന്നെ കൈക്കൂലി പറയാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ അങ്ങോട്ട് കിട്ടാൻ. ആ ഒരവസ്ഥയിലാണ് പഞ്ചായത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദയനീയമായ അവസ്ഥ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അവർക്ക് പ്രതികരണശേഷിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. അവർ സംഘടിതമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഉദാസീനത വെടിഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കുടിവെള്ള പ്രശ്നങ്ങളിൽ, അവരുടെ സഞ്ചാരപാത യോഗ്യമാക്കുന്ന കാര്യത്തിൽ, അവരുടെ വെൽഫെയറിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ഇവിടെ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഈ പഞ്ചായത്തിലുള്ള ഒരു മെമ്പർക്ക് പോലും SC2 SCP എന്ന് പറഞ്ഞാൽ അറിയില്ല. അതേപോലെ തന്നെ മറ്റു പല ഫണ്ടുകൾ, ആ 3 സൈസ് ഫണ്ടുകൾ SC2 SCP ഉണ്ട്, കോർ ഫണ്ടിങ് ഉണ്ട്, റിവോൾവിംഗ് ഫണ്ടുണ്ട്. ഈ ഫണ്ടൊന്നും പഞ്ചായത്തിലില്ല. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ? പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ? എന്ത് ഈ ഫണ്ടുകൾ വാങ്ങി ഈ പഞ്ചായത്തിലെ 18 വാർഡുകളിലെ SC ST വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നില്ല? അപ്പോൾ ഇതെല്ലാം വലിയ പ്രശ്നങ്ങളുമായി നിൽക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ അവഗണന തുടരുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഈ അവഗണനയ്ക്കെതിരെയാണ് ഞങ്ങൾ കൂട്ടസമരവുമായി കടന്നു വന്നിരിക്കുന്നത്. ആ സമരത്തിന് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഏകദിന കൂട്ടധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദരണീയനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീശനെ ക്ഷണിക്കുക. ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ, ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത CMBയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ തമ്പിചന്ദ്രൻ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് വടിക്കൽ വന്ന് ഇത്രമാത്രം ഒരു സമരത്തിനുള്ള സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ CMBയുടെ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുകയുണ്ടായി. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഇക്കഴിഞ്ഞ 4 വർഷക്കാലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 4 വർഷം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. നമ്മുടെ റോഡുകളെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വെള്ളവും വെളിച്ചവും വഴിയും ഈ വക ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഉത്തരവാദിത്തത്തോടു കൂടി നീങ്ങേണ്ടതായിരുന്നു. നമ്മുടെ റോഡുകൾ, നമുക്ക് ജലനിധിയുടെ റോഡുകൾ, എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ റോഡുകളൊക്കെ ഈ സ്ഥിതി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തിലധികമായി. ഇതേ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന മീനടം ഗ്രാമപഞ്ചായത്തുണ്ട്. ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അവിടെ ജലനിധിയുടെ ഒരു ലൈൻ പോലും ഇതുപോലെ കുത്തിപ്പൊളിച്ചിട്ട് റോഡ് നന്നാകാതെ കിടപ്പില്ല. അവരതിന് വ്യക്തമായിട്ട് എഗ്രിമെന്റ് വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് പണി ചെയ്യിപ്പിക്കാൻ അനുവാദം കൊടുത്തത്. അതേ വ്യവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചില്ല? ആ ഒരു കാഴ്ചപ്പാടില്ലായ്മ കൊണ്ട് മാത്രമാണ് ഒരു 2.5-3 വർഷമായിട്ട് നമ്മുടെ ഈ റോഡുകളെല്ലാം കുത്തിപ്പൊളിഞ്ഞു കിടക്കുന്നത്. നിങ്ങളതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് 13 വാർഡേ ഉള്ളൂ മീനടം ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൻ്റെ ഭരണസമിതി വ്യക്തമായിട്ടുള്ള എഗ്രിമെന്റ് വ്യവസ്ഥകൾ ഉണ്ടാക്കിയാണ് ആ റോഡുകൾ കുത്തിപ്പൊളിച്ച് പൈപ്പിടാൻ സമ്മതിച്ചത്. അപ്പോൾ ആ റോഡുകളെല്ലാം അത് മെയിൻറ്റെയിൻ ചെയ്തു, അത് സഞ്ചാരയോഗ്യമാക്കി. ആ വ്യവസ്ഥ ഇവിടെ എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിച്ചില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ അനാസ്ഥ കൊണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ലായ്മ കൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഫണ്ടുകൾ വന്നെന്നും അതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഫണ്ടിൽ വന്നില്ലെന്നും അങ്ങനെയുള്ള സാങ്കേതിക കാരണങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്
തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ ഉണ്ടാക്കി അത് ചെയ്യിപ്പിക്കാൻ തയ്യാറായത്. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നാണ് നമ്മൾ അടിവരയിട്ട് പറയുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വതമായ സംവിധാനങ്ങള് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികള് ഈ ഏതാണ്ട് 99% കൊണ്ടുവന്ന് എത്തിച്ചു. അതിന്റെ പരിസമാപ്തി കുറിക്കാൻ വേണ്ടി, അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അലംഭാവമാണ് അതിങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് 4 വർഷമായിട്ട് അതിന്റെ സ്ഥിതി മോശമായതിനെ കുറിച്ചാണ് സ്വാഗത പ്രാസംഗികം തന്നെ പറഞ്ഞത്. നമ്മുടെ വെള്ളവും വെളിച്ചവും ഇല്ല, ഇന്ന് വഴിവിളക്കുകളൊന്നും കത്തുന്നില്ല, സാഹചര്യങ്ങളില്ല. എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല? സമയബന്ധിതമായിട്ട് ആ വക കാര്യങ്ങൾ ടെൻഡർ ചെയ്ത് നടപടി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും ടെൻഡർ ചെയ്ത കോൺട്രാക്ടർമാർക്ക് അതിന്റെ ഫണ്ടുകൾ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഇത് വഴിവിളക്കുകളൊന്നും കത്താത്ത സാഹചര്യം ഉണ്ടായി കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും മുടങ്ങിയ പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങള് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ വക കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഇവിടെ വരുന്നു, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുമ്പോൾ 10ഉം 20ഉം ഒരു മാസവും വരെയാണ് ദൈനംദിനമായിട്ട് കയറി ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഓഫീസുകൾ കാര്യങ്ങളുമെല്ലാം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രമാത്രം കുത്തഴിഞ്ഞ ഒരു ഭരണം ഈ സംസ്ഥാനത്ത് മുഴുവൻ സ്ഥലങ്ങളിൽ വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ളത് ലഹരി മരുന്ന് കച്ചവടമാണ്. ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ ലഹരി കച്ചവടമാണ് വ്യാപകമായത്. ഈ 10 വർഷക്കാലം കൊണ്ട്, പിണറായി വിജയന്റെ കാലം കൊണ്ട് സംസ്ഥാന വ്യാപകമായി ലഹരി മരുന്ന് കച്ചവടം വ്യാപകമാക്കി. അതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് അതിനിരയായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പേരിൽ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കാൻ സാധിക്കാതെ പോലീസ് പോലും ബുദ്ധിമുട്ടുകയാണ്. എന്നത് ചോദിച്ചാൽ ആ വക ചെറുപ്പക്കാരുടെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവരെയൊക്കെ നിയന്ത്രിക്കുന്നതും ആ പ്രസ്ഥാനത്തെയും വ്യക്തികളെയും ഒക്കെ. അവരുടെയൊക്കെ കടിഞ്ഞാണ് ഇവരിലേക്ക് ഉണ്ടായപ്പോൾ അവരെ വേണ്ടവണ്ണം ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേസെടുക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ഈ ലഹരി മരുന്ന് കച്ചവടം ഇത്രയും വ്യാപകമായത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണോ അതോ അതിനു മുന്നേ ആണോ? ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമാണ് ലഹരി മരുന്ന് കച്ചവടം വ്യാപകമായത്. തട്ടുകടക്കാരുടെ കച്ചവടം വ്യാപകമായി. എല്ലാ സ്ഥലങ്ങളിലും വഴിയോര കച്ചവടങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ അധികൃതമായുള്ള പെർമിഷനുകൾ കൊടുക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും അവരുടെ ഏരിയ കമ്മിറ്റി ഓഫീസും ലോക്കൽ കമ്മിറ്റി ഓഫീസും തട്ടുകടക്കാരിൽ നിന്ന് മാസപ്പടി മേടിക്കുക. അങ്ങനെ തട്ടുകടകളൊക്കെ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. ആ കടകളൊക്കെ കേന്ദ്രീകരിച്ചു ലഹരി മരുന്ന് കച്ചവടം വ്യാപകമായിരിക്കുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തതായിട്ട് പറയാൻ സാധിക്കുമോ? ഇവർ വന്നതിന് ശേഷമാണ് നികുതികൾ കൊണ്ട് മാത്രം ഭരിക്കുവാൻ പറ്റുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നികുതി പിരിവുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, വെള്ളക്കരം എത്രയോ ഇരട്ടി വർദ്ധിപ്പിച്ചു. കുടിവെള്ളത്തിന്റെ ചാർജ് 7 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. കറണ്ട് ചാർജ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 5 പ്രാവശ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ കുറിച്ചുള്ളതും തമ്പിചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ബിൽഡിംഗ് റോഡ് ആക്ടിനകത്ത് ഭേദഗതികൾ വന്നു. അപ്പോൾ അതിനോടുള്ള അനുബന്ധിച്ചുള്ള നികുതികൾ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ പഞ്ചായത്തുകളിൽ വാർഡുകളിൽ ഒരു 100 വീട് 75 വീടുകളോളം ഈ വക നിയമങ്ങൾക്ക് വിധേയമായി വരുന്നവരാണ്. അവരിൽ നിന്നൊക്കെ സർക്കാരിലേക്ക് ഫണ്ട് പിരിക്കുവാൻ വേണ്ടിയാണ്, ഗവൺമെന്റിന് ധനമുണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന മാർഗങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാം പിഴിഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ക്ഷേമ പദ്ധതികൾക്കൊന്നും പണമില്ല. പെൻഷനുകളെല്ലാം 7-8 മാസം കുടിശ്ശിയായി. ഈ സർക്കാരിന് ഭരണത്തിലെ ജനങ്ങൾ മുഴുവൻ എതിരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1 മാസത്തെ പെൻഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 1 മാസത്തെ പെൻഷൻ കൊടുത്തു അല്പം തടിയൂരി നിൽക്കുകയാണ്. വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. KSRTC ജീവനക്കാർക്ക് 6-5 മാസം കൂടുമ്പോൾ ശമ്പളം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഈ ഗവൺമെന്റ് സ്തംഭനാവസ്ഥയിലാണ്. ഈ ഗവൺമെന്റ് ഏത് മേഖലയിലാണ് മെച്ചപ്പെട്ടതെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? സിവിൽ സപ്ലൈസിന്റെ കടകളിലേക്ക് ഓണക്കച്ചവടം വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ കടകളിലൊന്നും സ്റ്റോക്കില്ല.
സബ്സിഡിയുള്ള സാധനങ്ങളൊന്നുമില്ല. സബ്സിഡിയുള്ള സാധനങ്ങളൊന്നും കടകളിലേക്ക് വരുന്നില്ല. അതിനും സർക്കാരിന് ഫണ്ടില്ല. എന്താണ് ആ വക സാധനങ്ങൾ സപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഫണ്ട് കൊടുക്കുവാനായിട്ട് ഗവൺമെന്റിന് പണമില്ലാത്തതിനാൽ ഇപ്പോഴും ആ വക കടകളൊക്കെ വിജനമായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഓണക്കാലം എത്രയോ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നികുതികൾ, കറണ്ട് ചാർജും, വെള്ളക്കരവും, കെട്ടിട നിർമ്മാണവും അങ്ങനെയുള്ള നികുതികൾ ഏറെയേറെ വഹിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരുവിധ കാഴ്ചപ്പാടുമില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കും, അങ്ങനെയുള്ള വിധവകളുടെയും അഗതികളുടെയൊക്കെ പെൻഷൻ തുക വർദ്ധിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളോളം കുടിശ്ശികയായി കിടന്ന് ഈ ഗവൺമെന്റിന് പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ അന്തികുദാശ കൊടുക്കുന്ന സാഹചര്യത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ അതിന് മറുപടി കൊടുക്കുകയാണ്. ഈ ഗവൺമെന്റ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാര് അവർ ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം കോടികളുടെ അഴിമതിയാണ്. 100, 200, 500 കോടികളുടെ അഴിമതിയാണ്. അപ്പോൾ അവർ തന്നെ തീരുമാനിക്കുന്നു സ്ഥിരമായിട്ടുള്ള ഭരണസമിതികൾ വരുന്നതാണ് ഈ അഴിമതിക്ക് കാരണമെന്ന്. അങ്ങനെ നിയമസഭയിൽ 3 പ്രാവശ്യം 3 ടേണ് സ്ഥിരമായിട്ടുള്ളവര് ഭരണത്തിൽ വരണ്ട എന്ന് നിയമസഭ ഐക്യകണ്ഠ്യേന തീരുമാനമെടുത്തു. അത്തരത്തിലുള്ള സാഹചര്യം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചെടുത്തത്? ഈ ഇടതുപക്ഷക്കാർക്ക് തന്നെ അവരുടെ നേതാക്കന്മാരെ അവർക്ക് നിയന്ത്രിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ നിയമം മൂലം അവരെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് നിയമസഭയിൽ കൊണ്ടുവന്നത്. അങ്ങനെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പണം ഗവൺമെന്റ് ലോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. ഗവൺമെന്റിലേക്ക് ഫണ്ട് കൊണ്ടുപോകാനായിട്ട് പുതിയ നിയമം ഭേദഗതി ചെയ്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സഹകരണ ബാങ്കുകളിലെ പണം കേരള ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിക്ഷേപം ചോദിച്ചു ചെല്ലുമ്പോഴേക്കും സമയാസമയങ്ങളിൽ ഫണ്ട് കൊടുക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകുന്ന നിയമങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് വന്നപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ നശിപ്പിച്ചു, പഞ്ചായത്തുകളുടെ നികുതികൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു, കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ ബുദ്ധിമുട്ടാക്കി, നമുക്ക് വിപണിയിലുള്ള മാർക്കറ്റിൽ ഇടപെടാൻ സാധിക്കാതെ ഓണക്കച്ചവടങ്ങളും മാവേലി സ്റ്റോറുകളും എല്ലാം സ്തംഭനാവസ്ഥയിലായി. സബ്സിഡി സാധനങ്ങളുമൊന്നുമില്ല. ഈ നാട്ടിലെ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫണ്ടുമില്ല. കേരളത്തിലെ PWD കോൺട്രാക്ടർമാര് ഫണ്ട് എടുക്കുന്നില്ല, വർക്ക് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ചെയ്ത വർക്കിന് അവർക്ക് ബില്ല് എമൗണ്ട് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ ആ വർക്കുകൾ എടുക്കാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ. അപ്പോൾ അവർക്ക് കേരളത്തിൽ ഒരേ ഒരു സൊസൈറ്റി മാത്രമേ ഉള്ളൂ, ഊരാളുങ്കൽ സൊസൈറ്റി. പിണറായി വിജയനും മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ കുടുംബത്തിന് സ്വാധീനമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമേ കേരളത്തിൽ വർക്കുള്ളൂ. അവർക്ക് മാത്രമേ വർക്ക് ടെൻഡർ കൂടാതെ ചെയ്യാം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ കൂടാതെ വർക്ക് കൊടുക്കാം. ആ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ കോൺട്രാക്ടർമാർക്ക് വർക്കുകൾ കിട്ടാതെ വന്ന സാഹചര്യങ്ങളുണ്ടായി. അവർക്ക് വർക്ക് ചെയ്താൽ ഫണ്ട് കൊടുക്കാത്ത സ്ഥിതി ഉണ്ടായി. അതൊക്കെ ആസൂത്രിതമായിട്ടുണ്ടാക്കിയതാണ്. ആസൂത്രിതമായിട്ട് വർക്ക് ചെയ്താൽ ഫണ്ട് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അവർ വർക്ക് എടുക്കാത്ത സ്ഥിതി വരുമ്പോൾ അത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആസൂത്രിതമായി ക്രമക്കേട് നടത്തുവാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആസൂത്രിതമായ ക്രമക്കേടുകള് നമ്മള് പ്രകടമായിട്ട് ഡയറക്റ്റായിട്ട് നോക്കിയാൽ അവരെ അഴിമതി കാണുന്നില്ല. പക്ഷേ അതിന്റെ അഴിമതികള് എത്രമാത്രം വ്യാപകമായിരിക്കുന്നുവെന്നോ ദൂരവ്യാപകമാണ് എന്ന് നമുക്ക് ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓരോരോ വർക്കുകളും ടെൻഡറുകൾ ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് ടെൻഡർ ഓരോ കോൺട്രാക്ടർമാര് മാസപ്പടി 1.5 കോടി 2 കോടി കൊടുക്കുന്നു. അതിനൊന്നും ആക്ഷേപമില്ല. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാര് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യാതൊരുവിധ ചർച്ചയുമില്ല. സെക്രട്ടേറിയറ്റ് അംഗങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം പിണറായി വിജയന്റെ ഓശാന പാടുന്ന ആൾക്കാരായിരിക്കുകയാണ്, സ്തുതിപാഠകരാണ്. അവരാരും ഒരു ഈ പാർട്ടി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം
അഴിമതി നടത്തുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇമേജ് പോകുന്നുവെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഒരു ജില്ലാ കമ്മിറ്റിയിലും ചർച്ചയില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയില്ല. ഇതിനു മുന്നുള്ള കാലങ്ങളിൽ എത്രയോ മുഖ്യമന്ത്രിമാര് ഇവിടെ നാട് ഭരിച്ചിരുന്ന കാലമാണ്. ആ വക കാലങ്ങളിലൊക്കെ അവര് ഓരോരോ ആക്ഷേപങ്ങൾ പറഞ്ഞ് ഭരണത്തിൽ വരാൻ വേണ്ടി ആ ആക്ഷേപങ്ങൾ അങ്ങേയറ്റം കൊണ്ടെത്തിക്കും. ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആക്ഷേപങ്ങളൊന്നുമില്ല. അങ്ങനെ എത്രയെത്ര കഥകൾ പറയാനായിട്ട് സാധിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കൊരു പരാജയമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ നാടിന് യോജിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാട് ഭരിച്ചതിന്റെ ശാപമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ശാപം എന്നാരംഭിച്ചതാണ്? 1957 EN ശങ്കരൻ നമ്പൂതിരിപ്പാട് 57 ഭരിച്ച കാലയളവ് അന്നു മുതല് നമ്മുടെ നാടിന് ശാപമുണ്ടായി. അദ്ദേഹത്തിന് 2 വർഷമേ ഇരിക്കാനിട വന്നുള്ളൂ. വീണ്ടും 67 വന്നപ്പോഴും 2 വർഷമേ ഇരിക്കാനിട വന്നുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതിച്ഛായ ഈ സംസ്ഥാനത്ത് വ്യാപകമായതോടുകൂടി ഈ സംസ്ഥാനത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാതായി വന്നു, വ്യവസായ സ്ഥാപനങ്ങളില്ലാതെ വന്നു. അങ്ങനെയുള്ള പൊതുമേഖലാ സംഭവങ്ങളെല്ലാം പ്രൈവറ്റ് മേഖലയിലേക്ക് വന്നു. അതിലേക്ക് തച്ചുടയ്ക്കുന്ന സാഹചര്യം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യൂണിയനുകളുടെ പ്രവർത്തനങ്ങളും ഉണ്ടായി. അതിന്റെ സ്തംഭനമാണ് ഇപ്പോഴും നമ്മളിവിടെ കാണുന്നത്. എന്താണ്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആസൂത്രിതമായ ക്രമക്കേടുകളാണ്. അതിനെ നമുക്ക് വരുംകാലങ്ങളിൽ നമുക്ക് ആവശ്യമില്ല. ഇതുപോലുള്ള ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ ഭരണത്തിന് വരുന്നവര് സ്വതന്ത്രരായിരിക്കണം. ഇന്നിവിടെ സംഭവിക്കുന്നതാണ്, നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി സ്വതന്ത്രമല്ല. പഞ്ചായത്ത് ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ഏരിയ കമ്മിറ്റി ഓഫീസിലുമാണ്. അവര് പഞ്ചായത്ത് കമ്മിറ്റിയുടെ 2 ദിവസങ്ങൾക്ക് മുന്നേ പാർട്ടി ഓഫീസിൽ യോഗം കൂടും, പാർലമെന്റ് പാർട്ടി യോഗം കൂടും. അവിടെ അജണ്ട വെച്ച് ഓരോരോ അജണ്ടയും എടുക്കേണ്ട തീരുമാനങ്ങള് അവിടെ തീരുമാനിക്കും. ആ തീരുമാനങ്ങള് ഇവിടെ വന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കുമുള്ളൂ. അപ്പോൾ ജനപ്രതിനിധികള് ജയിച്ചു വരുമ്പോൾ അവര് പ്രതീക്ഷിക്കും പല കാര്യങ്ങളും ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കത്തില്ല, അവരംഗീകരിച്ചു കൊടുക്കത്തില്ല. തമ്പി ചന്ദ്രൻ തന്നെ പറഞ്ഞു, വഴി ഇറക്കം അതിന്റെ സ്ലോപ്പ് കുറച്ചുകൊണ്ട് കൊടുത്തു, സോപ്പ് കൂട്ടി കൊടുത്തു. അതിന്റെ സ്ലോപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ തയ്യാറായില്ല. ആർക്ക് വേണ്ടിയാണ്? മദ്യ വ്യവസായികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ റോഡിന്റെ സ്ലോപ്പ് കുറയ്ക്കാതെ ആ വളരെ സ്ലോപ്പോട് കൂടി ആ റോഡ് പോയത്. അത് കുറച്ചെങ്കിൽ മാത്രമേ ആ റോഡ് ഗതാഗത യോഗ്യമാക്കത്തുള്ളൂ. അപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻകാല നേതാക്കന്മാരും ഇപ്പോഴുള്ള നേതാക്കന്മാർക്കുമൊക്കെ വരുമാന സ്രോതസ്സായിട്ടുള്ള വ്യവസായികള്, അബ്കാരി വ്യവസായികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കാൻ വേണ്ടി ആ വക കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ മേഖലകളിലും ഇവരുടെ നീക്കങ്ങൾ ഇതേ മാതിരിയാണ്. നമുക്ക് പൊതുവായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് കമ്മിറ്റികളെ വരും കാലങ്ങളിൽ നമുക്ക് ആവശ്യമില്ല. ജനാധിപത്യ രീതിയിൽ നമുക്ക് ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറണം. നാട്ടിലെ വികസന കാര്യങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. അനാസ്ഥകൾ ഉണ്ടാകാൻ അതിനെ തിരുത്തുവാൻ തയ്യാറാകണം. അതിനൊന്നും തയ്യാറായിട്ടില്ല. റോഡുകളുടെയും വെള്ളത്തിന്റെയും വഴിവിളക്കുകളുടെയും നമ്മുടെ ക്ഷേമ പെൻഷന്റെയും നികുതികളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാത്ത സാഹചര്യവും എത്രയോ ഉദ്യോഗസ്ഥന്മാർക്ക് 4 ഗഡുവാണ് കുടിശ്ശിയായിട്ട് കിടക്കുന്നത്. ഈ ഗവൺമെന്റിന് പണമില്ല. അപ്പം അമ്പയെ പരാജയപ്പെട്ട ഗവൺമെന്റാണ് ഈ നാട് ഭരിക്കുന്നത്. ഈ സംസ്ഥാനത്തിന്റെ വിഹിതം, ഫണ്ട് വിഹിതം ഗ്രാമപഞ്ചായത്തുകൾക്ക് കിട്ടുന്നില്ല. പ്ലാൻ ഫണ്ടിന്റെ തുക കുറവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കും. ഇവിടെ വന്നപ്പം തന്നെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞു, ഞങ്ങൾക്ക് പ്ലാൻ ഫണ്ട് 1 കോടിയെ കിട്ടുന്നുള്ളൂ, MLAക്ക് 5 കോടിയുണ്ട്. സംഭവം ശരിയാണ്. MLAക്ക് 5 കോടി കിട്ടുമ്പോൾ 8 നിയോജക മണ്ഡലം, 8 പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾക്ക് 1 കോടി കിട്ടുമ്പോൾ 1 പഞ്ചായത്തേ ഉള്ളൂ. പക്ഷെ 1 കോടി ആയത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടും ഗവൺമെന്റിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടുമാണ് ഫണ്ട് കുറഞ്ഞു പോയത്. അങ്ങനെ പദ്ധതി വിഹിതം കുറഞ്ഞു പോയതിന് ഇടതുപക്ഷ നേതാക്കന്മാരും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. അങ്ങനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ ആരോപണം പറഞ്ഞ അവര്
ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ മുൻപന്തി നടത്തിപ്പുകാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണമുള്ള ഗ്രാമപഞ്ചായത്തുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് സംഘടിച്ചേ മതിയാകൂ. ഇതുപോലുള്ള വികസന പ്രവർത്തന നാട്ടിലെ സ്തംഭനാവസ്ഥയിൽ കിടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരത്തിന് വന്ന CMBയുടെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. CMBയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് എണ്ണയുമത്തായി സംസാരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൽ വിധവാ പെൻഷൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവിടെ അപേക്ഷ വാങ്ങി സ്വീകരിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ്. അതൊന്ന് പ്രോസസ് ചെയ്ത് അവർക്ക് കിട്ടുന്നതിനൊരു സാഹചര്യം ഒരുക്കണം. രണ്ടാമതായി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് 1 വർഷം 100 തൊഴിൽ ദിനം കൊടുക്കുമെന്ന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഇവിടെ ഉറപ്പുള്ളത്. ഈ പഞ്ചായത്തിൽ മാത്രം 50 തൊഴിൽ ദിനങ്ങൾ പോലും കിട്ടുന്നില്ല. അതിൽ തന്നെ ഈയിടെയായി റബ്ബർ കുഴി കുത്താൻ പോയ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുകയാണ്, അവർ മഴയ്ക്ക് മുമ്പ് കുഴി കുത്തും, പക്ഷേ പഞ്ചായത്ത് അധികാരികൾ അളവെടുക്കുന്നില്ല. ഇവർ പോയി കഴിയുമ്പോൾ മഴ പെയ്യും, കുഴി വീണ്ടും വന്ന് മൂടുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? കുഴി കുത്തിയ തൊഴിലാളിക്ക് പകുതി പൈസ, കുഴി കുത്തുന്ന തൊഴിലാളിക്ക് പകുതി പൈസ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആ തൊഴിലുറപ്പ് പദ്ധതിയെ വികലമാക്കുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണാധികാരികൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി CMBയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് എണ്ണയുമത്തായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജോസഫ് കമ്പാറ, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത CMBയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് തമ്പി ചന്ദ്രൻ, ഈ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KP ഗിരീശൻ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന CMBയുടെ സമര വോളണ്ടിയർമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളമെമ്പാടും CMBയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും തൊഴിലുറപ്പ് പദ്ധതിയിലെ നടത്തിപ്പിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചു വരികയാണ്. നിങ്ങൾക്കറിയാം, ഇതിനുള്ളിലിരിക്കുന്നവർക്കും പഞ്ചായത്തിന്റെ ഉള്ളിലിരിക്കുന്നവർക്കും പുറത്ത് ഞങ്ങളെ സമരം നടത്തുന്നത് കാണുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാം അറിയാം. നമ്മുടെ ഈ പഞ്ചായത്തില് ഗ്രാമീണ റോഡുകളുടെ ശോചനീയ അവസ്ഥ ഓരോ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം പഞ്ചായത്ത് റോഡ് സാധാരണ മനുഷ്യർക്ക് വഴി നടക്കാനും അതുപോലെ തന്നെ ഒരു 2 വീലറിൽ യാത്ര ചെയ്യാനും പറ്റുന്ന തരത്തിൽ അത് അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിക്കുക, നിലനിർത്തുക, കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുക പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ പ്രാഥമികമായ ഉത്തരവാദിത്വം പോലെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഒരു ഭരണസമിതിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് പഞ്ചായത്തിന് കീഴിലുള്ള റോഡുകൾ കാലാകാലങ്ങളിൽ അതിന്റെ പുനർനിർമ്മാണം നടത്തുകയും മഴയ്ക്ക് മുമ്പേ അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ ഓടകളും വെള്ളക്കെട്ടുകളും നാടെമ്പാടും
പകർച്ചപ്പനിയും അതുപോലെ തന്നെ മാരക രോഗങ്ങൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എന്നത് അത് വെറും വീട്ടിലെ പശുവായി മാത്രം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. മഴയ്ക്ക് മുമ്പ് ഓടകൾ ശുചീകരിക്കുക, അതുപോലെ തന്നെ സ്ഥിരമായി മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങളിൽ ആ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ മഴയ്ക്ക് മുമ്പേ എടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ അതൊന്നും സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതികൾ തയ്യാറാകുന്നില്ല. മുട്ടറ്റം വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴാണ് ശുചീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അത് ഒരു ഭരണസമിതിയുടെ പിടിപ്പുകേടാണ്, ഉത്തരവാദിത്തമില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും മുൻകൈയെടുക്കുകയും ചെയ്യണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം, ആ പെരുമാറ്റത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ധർണാ പരിപാടികളുമായി CMBയുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തകന്മാർ മുമ്പോട്ടേക്ക് കടന്നു വരുന്നത്. പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ജനകീയ സമര പരിപാടികൾ പ്രാദേശികമായി വീണ്ടും ഞങ്ങൾ സംഘടിപ്പിക്കും, നടത്തിക്കൊണ്ട് മുമ്പോട്ട് വരും. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും CMB സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ പുതുപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു.